നമസ്കാരം. 2024 മാർച്ച് 23 ഈ തീയതി ഇന്ത്യയിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും കുറച്ചൊക്കെ വെള്ളം കുടിച്ച് എന്നാൽ കുറച്ചു പേർക്കൊക്കെ വലിയ ആശ്വാസം ലഭിച്ച ഒരു പ്രത്യേക തീയതിയാണ്. കാരണം അന്നേ ദിവസമാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മിക്ക രാഷ്ട്രീയ പാർട്ടികളും കോടതി കയറി ഇറങ്ങിയത്. രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിക്കുന്ന 5 കേസുകളാണ് ആ വെള്ളിയാഴ്ച ദിവസം കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. ഇതിൽ ആദ്യത്തെ കേസ് തീർച്ചയായും ദില്ലി മുഖ്യമന്ത്രിയുടെ കേസായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ED കസ്റ്റഡിയിൽ വിടാനായിരുന്നു കോടതി ഉത്തരവിട്ടത്. ജാമ്യ ഹർജിയുമായി കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. 3-അംഗ ബെഞ്ച് ഈ അപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ഹർജി പിൻവലിക്കുന്നത്. തുടർന്ന് ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോകുന്നു. 3.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പിന്നെ വിധി പറയാനുള്ള ഒരു വലിയ കാത്തിരിപ്പായിരുന്നു. ഏറ്റവും അവസാനം കെജ്രിവാളിനെ 6 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് വരികയും ചെയ്തു. അടുത്ത ആളും ഈ കേസുമായി തന്നെ ബന്ധപ്പെട്ട ആളാണ് BRSന്റെ നേതാവായ കെ കവിത. ആ ദിവസം തന്നെയാണ് മാർച്ച് 22-ാം തീയതി തന്നെയാണ് ജാമ്യ ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് വിചാരണ കോടതിയിലേക്ക് പോകാനായിരുന്നു. അങ്ങനെ കെ കവിതയും അന്ന് കോടതി കയറുകയുണ്ടായി. അടുത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് മാർച്ച് 22-ാം തീയതി കോടതിയിൽ കയറേണ്ട അവസ്ഥ വന്നിരുന്നു. കാരണം തങ്ങൾക്കെതിരെ ആദായ നികുതി വകുപ്പ് സ്വീകരിച്ച നടപടികൾക്കെതിരെയായിരുന്നു ദില്ലി ഹൈക്കോടതിയിൽ കോൺഗ്രസ് അപ്പീൽ പോയത്. പക്ഷേ 3 പെറ്റീഷനുകളും കോടതി തള്ളുകയായിരുന്നു. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയും അന്ന് കോടതി കയറി. അടുത്തതായി BJP നേതാവായിരുന്നു മറ്റാരുമല്ല ശോഭ കരന്തലജെ. നമുക്കറിയാം, ശോഭ കരന്തലജെ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് അവർക്കെതിരെ വലിയ രീതിയിലുള്ള ചില പ്രക്ഷോഭങ്ങളും മറ്റും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിനെയും കേരളത്തെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ അവർ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും FIR സ്റ്റേ ചെയ്യാനുള്ള ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡായിരുന്നു ശോഭയ്ക്കെതിരെ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ശോഭ കരന്തലജയ്ക്ക് ആശ്വാസമാകുന്ന ഒരു വിധിയായിരുന്നു അന്നേ ദിവസം ഉണ്ടായത്. അടുത്തതായി ഉണ്ടായിരുന്നത് BJP MP ആയ തേജസ്വി യാദവ് ആയിരുന്നു. ആക്ഷേപകരമായ ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്തതിനും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനുമാണ് തേജസ്വി യാദവ് കർണാടക ഹൈക്കോടതി കയറേണ്ടി വന്നത്. ശോഭ കരന്തലജയുടെ കേസ് പരിഗണിച്ച അതേ ജസ്റ്റിസ് തന്നെയായിരുന്നു, ജസ്റ്റിസ് കൃഷ്ണ S ദീക്ഷിത് തന്നെയായിരുന്നു ഈ കേസും പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4 രാഷ്ട്രീയ പാർട്ടികൾ, ആം ആദ്മി പാർട്ടി, ഭാരത് രാഷ്ട്ര സമിതി, അതിനോടൊപ്പം കോൺഗ്രസ് പാർട്ടി, പിന്നെ BJP, ഇവർ 4 പേർക്കും വലിയ പ്രാധാന്യമുള്ള ദിവസമായിരുന്നു അന്ന്. വളരെ കൗതുകകരമായ ഒരു നിരീക്ഷണം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. 4 രാഷ്ട്രീയ പാർട്ടികളും ഒരേ ദിവസം തന്നെ കോടതി കയറി ഇറങ്ങിയ ദിവസമായിരുന്നു ഈ മാർച്ച് 22 എന്ന ദിനം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.